നമസ്കാരം, ഞാൻ ദിനേശ് സൗവർണിക. ഞാനിന്നേ കോഴിക്കോട് ചെറുവണ്ണൂര് ഒരു ടീച്ചറെ വീട്ടിലെത്തിയതാണ്. അവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ അവർ ടെറസിലും മുറ്റത്തൊക്കെ ധാരാളം ചെടികളും പൂക്കളും പച്ചക്കറികളൊക്കെ വളർത്തുന്നുണ്ട്. അതായത് പൂക്കളും ഈ പച്ചക്കറികളുടെ ഇടയിലുണ്ട് കേട്ടോ. ഞാൻ വരാനുള്ള കാരണം ഒരു കൂട്ടായ്മ ഉണ്ട്, ചങ്ങാത്തം എന്ന് പറഞ്ഞിട്ടൊരു കൃഷി ഗ്രൂപ്പ്. മനസ്സിന് സന്തോഷം നൽകുന്നതോടൊപ്പം ആരോഗ്യം നിലനിർത്തുക എന്ന ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. ഞാനും അതിൽ അംഗമാണ്. കോഴിക്കോടുള്ള ഷെരീഫ ടീച്ചറും സാറിന്റെ പേര് ബഷീർ. അപ്പൊ ഇവര് ഇവിടെ ടെറസിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഞങ്ങൾക്കൊക്കെ വീഡിയോയിൽ കാണിച്ചു തരാം. നല്ല ഒരു ഇപ്പൊ എല്ലായിടത്തും പോയാലും ഒരു 3-4 വീട്ടിൽ പോയപ്പോഴും കാണാം, നല്ല വൃത്തിയായിട്ട്, നല്ല ഈ സ്കൂളിൽ ടീച്ചറായോണ്ട് പറയാം, കുട്ടികൾ അസംബ്ലിക്ക് നിൽക്കുന്ന പോലെ അച്ചടക്കത്തോടു കൂടി. നിങ്ങളെ വീട്ടിൽ മാത്രമല്ല കേട്ടോ, പോയ വീടുകളിലെല്ലാം നല്ല വൃത്തിയായി വരിയായിട്ട് ചെടികൾ നല്ല വെച്ചിട്ടുണ്ട്. എന്താ ഇപ്പൊ നിങ്ങളെ ഗ്രൂപ്പിൽ എല്ലാവരും ഇങ്ങനെ ഒക്കെ സിസ്റ്റമാറ്റിക് ആയിട്ടാ, ഒരു അലങ്കോലമായിട്ടും കിടക്കില്ല. അത് നിങ്ങളെ ഗ്രൂപ്പിൽ അങ്ങനെ പരിശീലനമോ അല്ലെങ്കിൽ നിങ്ങളെ നിർദ്ദേശങ്ങളോ അതൊക്കെ കൊടുക്കുന്നുണ്ടോ? ഗ്രൂപ്പിൽ നമ്മളെ ക്ലാസ് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് കൊടുക്കാറുണ്ട്. അവരുടെ എക്സ്പീരിയൻസ് പറയും, അത് വെച്ചിട്ട് നിങ്ങൾ അത് കൂടാതെ നമ്മൾ തന്നെ ഒരു മത്സരം നടത്തും. എങ്ങനെ ചെയ്യണം അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് ഒരു ക്ലാസ് കൊടുക്കും. അപ്പൊ ചെയ്യുമ്പം ഒരു ഡയറിയിൽ എഴുതി വെക്കണം എന്നും നല്ല നീറ്റ് ആയിരിക്കണം എന്നും താഴെയൊക്കെ വേസ്റ്റ് ഒക്കെ ഇട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ പ്രാണികളും കളകൾ പറിക്കുന്നതും പറഞ്ഞു. ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങള് റിട്ടയർമെന്റ് ലൈഫാണ്. നിങ്ങളിപ്പോ ഈ പച്ചക്കറി ഇപ്പൊ ഇതിലേറെ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ടെറസിലേക്ക് മണ്ണ് കയറ്റി കുറഞ്ഞ് പറമ്പിലും മുറ്റത്തൊക്കെ ചെടികൾ വെക്കുന്നതിന് നല്ല ഇഷ്ടംപോലെ പലചരക്ക് കടകളും പച്ചക്കറി കടകളും ഇവിടെ ഉണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ അത് വാങ്ങാതെ നിങ്ങൾ ഈ ടെറസിൽ ഇത്രയും ബുദ്ധിമുട്ടാണോന്ന് എനിക്കറിയില്ല, ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താ? ഞാനൊരു 20 വർഷത്തോളമായി എനിക്ക് വേണ്ട പച്ചക്കറി, ഉള്ളി ഉരുളക്കിഴങ്ങ് മാത്രം ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കാറുള്ളൂ. ബാക്കി പച്ചക്കറികൾ അത്യാവശ്യം എനിക്ക് വേണ്ടതെല്ലാം ഞാൻ ഇവിടെ ഉണ്ടാക്കും. നമുക്ക് വിഷടിച്ച പച്ചക്കറി പുറത്തുനിന്ന് വരുന്ന എന്തെല്ലാം മാരക അസുഖങ്ങൾ കുറയ്ക്കുക, ക്യാൻസർ പോലത്തെ രോഗങ്ങളാണല്ലോ അധികമായിട്ട് ഉണ്ടാവുന്നത്. അപ്പം നമുക്ക് നമ്മുടേതായിട്ട് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും. നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിന് കുറച്ച് പണിയുണ്ട് ജൈവമായിട്ട് ചെയ്യുമ്പോ. അപ്പം കൃഷിക്കാരെന്താക്കുമ്പോ അവർക്ക് എളുപ്പത്തിന് കീടനാശിനിയും രാസവളങ്ങളൊക്കെ ഉപയോഗിക്കും. നമ്മുടെ ശരീരത്തിൽ അതിന്റെ റെസിഡ്യൂസ് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ അതൊന്ന് പേടിയാണ്. ഉള്ളി കെമിസ്ട്രി, ഞാൻ ബോട്ടണിയാ. അപ്പൊ എനിക്ക് ചെടികളോടും ഒക്കെ ഭയങ്കര താല്പര്യമുള്ള. ഇതിലിപ്പോ വിക്രിയേഷൻ ചെയ്തിരിക്കുകയാണ്, കണ്ടോ? നമ്മള് 2 ദിവസം 3 ദിവസം ഇവിടെ ഇല്ലെങ്കിലും ഇതിൽ വെള്ളം നിൽക്കും ചെയ്യും. അത് മാത്രമല്ല ചെടികൾക്ക് ഒരു ചെറിയ തണുപ്പ് ഇതിൽ എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും, ഡ്രൈ ആയി പോവില്ല. ഇതാണ് സംഭവം. ഇങ്ങനെ പെപ്സി കുപ്പി, കോക്കോകോളന്റെ കുപ്പിയൊക്കെ എത്രയോ കളയുന്നുണ്ട്. അപ്പൊ നമ്മൾ അതൊന്ന് ഉപയോഗപ്പെടുത്താം ഈ വേസ്റ്റിനൊക്കെ. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ 2 ഹോൾസ് ഇട്ട് കൊടുക്കാം, ഒന്ന് ബാക്കിലും ഒന്ന് ഇങ്ങോട്ട്. ഇതിന്റെ ഈ കയ്യിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇടുക. അപ്പൊ ഇതിലേക്ക് തിരി വെക്കുക, ഇത് മുമ്പിലേക്ക് വെച്ചിട്ട് ഇവിടെ വെള്ളം ഒഴിക്കാൻ. ഇവിടെ ചെറിയൊരു കുപ്പി വെക്കാം വേണമെങ്കിൽ. ചെറിയ കുപ്പി ഇങ്ങനെ അതിന്റെ അടപ്പ് തുറന്നിട്ട് മേൽഭാഗം തുറന്ന് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് വിക്രിഗേഷന്റെ വേറൊരു. പക്ഷെ ഇവിടുത്തെ ക്ലൈമറ്റിന് ഇത് കോട്ടി പോലെയുള്ളതാണ് കിട്ടുന്നത്. ഉരുളക്കിഴങ്ങ് അല്ലേ? ഇത് കാശ്മീരി പുതിന, കാശ്മീരി പുതിന, നല്ല മണമുണ്ട്. ഇത് എന്റെ ഒരു ഫ്രണ്ട് നമ്മളെ ഗ്രൂപ്പിൽ തന്നെയുള്ള പ്രസിദ്ധ, അവരെ വീട്ടിൽ പോയപ്പം അവിടെ ഉണ്ട്. അവര് കാശ്മീർ പോയി കൊണ്ടുവന്നായിരുന്നു. പിന്നെ ഇത് ക്യാരറ്റ് ഇട്ട് അങ്ങനെ ചെയ്താല് കുറെ സ്ഥലം നമുക്ക് ഒഴിവായി കിട്ടും. പിന്നെ നീളത്തിൽ ഇങ്ങനെ വരികയും ചെയ്യും. ക്യാരറ്റ് ചെയ്തതാണ് അത്, റാഡിഷ്, നമ്മളെ വെള്ള ക്യാരറ്റ് പോലെ. തേനീച്ചകള് പറഞ്ഞു കണ്ടില്ലേ ഇതിന്റെ ഉള്ളില്? തേനീച്ചകള് കാണാൻ നിങ്ങൾക്ക്. പൊട്ടുവെള്ളരി പക്ഷെ വള്ളിപ്പോ കേട് വന്നു, ഞാൻ മിന്നാനൊന്നും എടുത്ത് ജ്യൂസ് ആക്കില്ല. അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് ഈ ടെറസിലെ തോട്ടം കാണാൻ കേട്ടോ. അപ്പൊ ഇവിടെ കുറെ സാധനങ്ങളുണ്ട്. എന്തൊക്കെയൊന്നും ടീച്ചർ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തോളൂ. ഇത് കോളിഫ്ലവർ ഉണ്ട്, ഇത് റാഡിഷ്, അത് നേരത്തെ വീഡിയോയിൽ ഞാൻ എടുത്തു. ഇത് ബീട്രൂട്ട്, ബ്രോക്കോളി. ഇതിന്റെ ഇല യൂസ് ചെയ്യോ? ബ്രോക്കോളിയും കാബേജും കോളിഫ്ലവറിന്റെ ഒക്കെ ചിലർ യൂസ് ചെയ്യും, പക്ഷെ അതിന് കുറച്ച് കട്ടിപ്പുണ്ട്. പക്ഷെ ഈ പിന്നെ റാഡിഷിന്റെ ഇല സൂപ്പർ ടേസ്റ്റ്. അതേപോലെ കൃഷി ചെയ്യുമ്പോ കുറെ അറിവുകളാട്ടോ. ഈ അടിഭാഗം കിഴങ്ങ് മാത്രമല്ല എടുക്കുക, അതിന്റെ മേൽഭാഗത്തെ ബീട്രൂട്ടിന്റെ ഇലയും ചുവന്ന ചീര പോലെ തന്നെ അതിന്റെ ചെയ്യാൻ പറ്റൂ അല്ലെ? ഒരു ദിവസം എത്ര മണിക്കൂർ ഇപ്പൊ ഈ നമ്മൾ ഈ പച്ചക്കറി തോട്ടത്തിൽ ചെലവഴിക്കും? അതോ രാവിലെ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ടെറസ് മുന്നോട്ട് കയറുകയാണോ? കഴിഞ്ഞ നേരെ കയറുകയാണ്. ഇത്
കാണുന്ന ആളുകളോട്, അല്ലെങ്കിൽ പുതിയ തലമുറ കുട്ടികളായാലും മുതിർന്നവരായാലും അവരോട് എന്താ പറയാനുള്ളത്? എല്ലാവരും അവനാന്റെ വീട്ടില് അവനാന്റെ ആവശ്യമുള്ള അത്യാവശ്യം ചില എന്താ വെച്ചാൽ മുളകിലൊക്കെ ധാരാളം വെച്ചടിച്ച് തരുന്നല്ലേ, പ്രത്യേകിച്ച് കറിവേപ്പില, അത് ശരിക്കും നമ്മൾ ആ ലീവ്സ് ആയിട്ട് തന്നെയല്ലേ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയും. ഒരു 5 ഗ്രോ ബാഗ് എങ്കിലും ഓരോരുത്തർ വീട്ടിലുണ്ടാക്കാം, കുട്ടികളെയും കൂടി അതിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് ചെയ്യിപ്പിക്കാം. അപ്പൊ എന്താ വെച്ചാൽ കുട്ടികൾക്കും അതൊരു ഭയങ്കര ഇഷ്ടമാവും, ഇൻട്രസ്റ്റ് ആവും. എന്റെ പേരക്കുട്ടി ഇവിടെ നാട്ടിൽ വന്ന സമയത്ത് ഞാൻ അവളെ കൊണ്ട് വെണ്ടയ്ക്ക നടിപ്പിച്ചൊക്കെ ചെയ്തിട്ട് അവിടുന്ന് വിളിച്ചു വെക്കും, കായ ഉണ്ടായോ, പൂട്ടോ. മനസ്സിലെത്തിക്കഴിഞ്ഞാല് അതെ, അപ്പൊ അവർക്ക് തന്നെ അതിന്റെ ഒരു അവയർനെസ് കൊടുക്കാം. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ വീടുകളിൽ ഉണ്ടാക്കണത്, പുറത്തുനിന്ന് വാങ്ങിക്കാത്തതെന്നുള്ള ഒരു ഇതുണ്ടാവുമല്ലോ. സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മളെ ഷെരീഫ് ടീച്ചറും ഭർത്താവും കൂടിയിട്ടേ വീട് ഒരു സ്വർഗമാക്കിയിരിക്കുകയാണ്. എല്ലാ തരം പച്ചക്കറികളും ഫലവർഗ്ഗങ്ങളും എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ടെറസിൽ മുഴുവനും ഇപ്പോൾ കാബേജും കോളിഫ്ലവർ പൂവാൻ തുടങ്ങുന്നു. കാബേജൊക്കെ നല്ല ബോളായി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ ബ്രൊക്കോളി ഉണ്ട്, ലെറ്റ്യൂസ് ഉണ്ട്, പിന്നെ വിവിധ തരം പയറുകൾ വള്ളികളായി പടർത്തിയിട്ടുണ്ട്. അതേപോലെ കുമ്പളം, മത്തൻ, വെള്ളരി, അത് പൊട്ടുവെള്ളരി ഇപ്പൊ അടുത്ത സീസൺ വരെ അവിടെ കായ ഉണ്ടായിരുന്നു, അതിന്റെ വള്ളിയൊക്കെ കാണിച്ചു തന്നു. പിന്നെ നമ്മളെ വള്ളിയമരണ്ട്, ബീൻസ്, ഈ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒട്ടുമിക്ക പച്ചക്കറി അവർ തന്നെ ഉണ്ടാക്കുകയാണ്. പിന്നെ വളങ്ങളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന മാർഗങ്ങളും കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതിന്റെ തോട്ടത്തിന്റെ സൈഡിലായിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള നമ്മളെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഒരു നന്നായി പടർത്തിയിട്ടുണ്ട്. അത്യാവശ്യം നന്നായി കായ കിട്ടും ചെയ്തു എന്ന് ടീച്ചർ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചാട്ടോ നമുക്ക് ആ ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. പിന്നെ വഴുതനന് ഒരു 6-7 തരം വഴുതനകളുണ്ട്. മുളക് പിന്നെ എണ്ണം പറയാൻ പറ്റില്ല, ഒരു ഭാഗം മുഴുവൻ മുളകുകളാണ്, വ്യത്യസ്ത തരം മുളക് ഒക്കെ ഇപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. രണ്ടാമത് തൈയൊക്കെ മുളപ്പിച്ചു തുടങ്ങി, പുതിയത് റിപ്പോർട്ട് ചെയ്യാനും മാറ്റി വെക്കാനൊക്കെ വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഈ വീട്ടിലെ പച്ചക്കറി പരിപാലനത്തിലാണ്. ഇതില് ടെറസിൽ മണ്ണ് കയറ്റാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ചെറിയ ടെക്നോളജി. അതിന്റെ ഒരു ഭാഗത്ത് ചെറിയ കട്ടിങ് ഉണ്ടാക്കിയിട്ട് കട്ടിങ് കയറിയിട്ടുണ്ട്. അടിയിൽ നിന്ന് കൊട്ടയിലോ ബാഗിലോ ആക്കി മണ്ണും വളമൊക്കെ മേലേക്ക് ഈസി ആയിട്ട് കയറും. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടില്ല എന്നാ പറയുന്നത്.